ആരാധ്യരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങളെ, വളരെ അഭിനന്ദനം അറിയിക്കുന്ന രീതിയിൽ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഭാഗവത സത്രം നടന്നുകൊണ്ടിരിക്കുക. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ കൊല്ലവും ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ സംസാരിച്ചപ്പോൾ ഭാഗവതത്തെക്കുറിച്ച് പല ആംഗിളിൽ നോക്കിക്കണ്ടു. ഒരേ കാര്യത്തെ തന്നെ നമുക്ക് പല വീക്ഷണകോണിൽ കാണണം. ഒരാൾ കുട്ടികളുടെ അച്ഛനാണ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ്, അയൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയാണ്, ഓഫീസിൽ ചെന്ന ഉദ്യോഗസ്ഥനാണ്. ഇതുപോലെ ഒരു വ്യക്തിക്ക് പല കോണുകൾ ഉള്ളതുപോലെ പല കോണിലും നിന്ന് നമുക്ക് ഭാഗവതത്തെയും നമ്മുടെ വേദോപനിഷത്തുകളെയും നമുക്ക് കാണണം. സംസാരിക്കണം. ഞാനൊരു കഥ എഴുത്തുകാരനാണ്, നോവലും കഥ എഴുതുന്ന ആളാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കെ ചിന്മയാനന്ദ സ്വാമി മുതൽക്ക് പല ഗുരുക്കന്മാരായിട്ട് ബന്ധപ്പെടുകയും അവർ അക്കാലത്ത് എനിക്ക് തന്ന ഉപദേശം, സംസാരിക്കുന്ന എന്തും ജീവിതത്തെക്കുറിച്ചായിരിക്കണം. അത് ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും അടിസ്ഥാനം നമ്മുടെ ജീവിതം ആയിരിക്കണം. നമ്മുടെ ജീവിതത്തുമായിട്ട് ഈ ബന്ധമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഉറക്കം വരും. പക്ഷെ നമ്മളെപ്പറ്റി പറയുമ്പോഴോ നമ്മുടെ കാര്യമാണല്ലേ, നമുക്ക് ശ്രദ്ധ വരും. നട്ടുച്ചക്കൊക്കെയാണ് എനിക്ക് സംസാരിക്കാൻ ഇടയ്ക്ക് ചാൻസ് കിട്ടുക. അപ്പോൾ ഉച്ചയ്ക്ക് ഏതൊരാൾക്കും ഉറക്കം വരുന്ന സമയത്തായിരിക്കും എൻ്റെ പ്രഭാഷണം. അപ്പോൾ പി ആർ നാഥനെയാണ് വിളിക്കണമെങ്കിൽ നട്ടുച്ചക്കെന്നെ അയാളെ വിളിക്കാമെന്ന് പറയും. രണ്ട് ഗുണം: ഒന്ന്, കേൾക്കുന്നവർ ഉറങ്ങും, എനിക്കാകട്ടെ ഉറങ്ങിയും കൊണ്ട് പ്രസംഗിക്കാനും പറ്റും. അങ്ങനെ വരുമ്പോൾ ഇരു കൂട്ടർക്കും സന്തോഷപ്രദമാണ്. എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാലം കെട്ടിയാലും നാം ചിന്തിക്കണം, ആ പാലത്തിനല്ല പ്രാധാന്യം. ആ പാലത്തിലേക്കൊരു അപ്രോച്ച് റോഡുണ്ട്. ആ അപ്രോച്ച് റോഡ് നന്നായാലാണ് നമുക്ക് അതുവഴി പുഴയുടെ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. ഈ അപ്രോച്ച് റോഡില്ലാതെ പാലം മാത്രമാണെങ്കിൽ നമുക്കതുകൊണ്ടൊരു കാര്യമില്ല. താഴേന്ന് പാലെങ്ങനെ കാണാം, പുഴയുടെ അക്കരെ കാണാൻ പറ്റില്ല. ഇതുപോലെ ഭാഗവതം തുടങ്ങിയുള്ള മഹത്തായ കൃതി, അതിലേക്ക് പ്രവേശിക്കാനുള്ള അപ്രോച്ച് റോഡ് കിട്ടണം. പക്ഷേ ഒരു കാലത്ത് നമ്മൾ ഈ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവർക്കും അറിയണ കഥ വീണ്ടും പറയും, അടുത്ത കൊല്ലവും പറയും. രാജാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് ഈ ധ്രുവൻ്റെ കഥയും പ്രഹ്ലാദൻ്റെ കഥയൊക്കെ എത്രയോ തവണ കേട്ട് കഴിഞ്ഞു. പക്ഷേ ഓരോ തവണ പുതിയ കേൾക്കുമ്പോഴും നമ്മുടെ ഇന്നത്തെ ജീവിതമാകുന്ന അപ്രോച്ച് റോഡ് ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ പതിയും. നമ്മൾ കെട്ടിടം പണിയുന്നവരിപ്പോൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ വേറൊരു കെട്ടിടം വാർപ്പായി നിൽക്കാൻ ചെന്ന് നോക്കും. കാരണം എത്ര കാശായിട്ടുണ്ടാവുമെന്ന് ആലോചിക്കാം. പ്രമേഹ രോഗമുള്ളവർ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രവിക്കും. കാരണം നമുക്ക് ആ സൂക്കടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലാത്തവർക്ക് ഈ കാര്യം കേൾക്കുക വേണ്ട. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ധാരണ വരുമ്പോഴാണ് പുരാണ കൃതികൾ നമുക്ക് ഹൃദ്യമാകുന്നത്. ഇന്നത്തെ ദിവസം, ഈ ക്രിസ്മസ് ദിവസം നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഭാഗവതത്തിൽ പറയുന്നത്. വേദവ്യാസൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് സന്തുഷ്ടനായോ എന്ന് ചോദിച്ചാൽ ഇല്ല. വ്യാസൻ എന്നിട്ടും മൂഡൗട്ടാണ്.
എല്ലാം എഴുതിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇരു കൈകളും ഉയർത്തിപ്പിടിച്ച് പറയുന്നു, എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരൂ. എന്ത് ചേർന്നിട്ടുണ്ടോ പിരിഞ്ഞേ തീരൂ. നമ്മളെല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി ചേർന്നാണെങ്കിൽ പിരിയും. ഞാൻ വൈകുന്നേരം തന്നെ കോഴിക്കോട്ടേക്ക് പോവും, വേറൊരു അവരുടെ വീട്ടിലേക്ക് പോവും. കോഴിക്കോട് ആരൊക്കെ ആയിട്ടാണ് ചേർന്ന് നിൽക്കണം, അതും പിരിയണം. പിരിഞ്ഞേ പറ്റൂ. എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരും, എല്ലാ ഉയർച്ചയും വീണേ തീരും. എത്ര വലിയ ഉയർച്ച ആയിക്കോട്ടെ, ആ ഉയർച്ച വീണേ തീരും. എനിക്ക് പ്രസംഗിക്കാനുള്ള സമയം കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും പിടുത്തലിരുന്നാലോ? വീണ്ടും പിടുത്തലിരുന്നാൽ സ്ഥലം ഒഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കും. ഏത് ഉയർച്ചയും 55 വയസ്സായ ജഡ്ജി പിരിഞ്ഞേ പറ്റൂ. ഏത് ഉയർച്ചയും എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരൂ, എല്ലാ ഉയർച്ചയും വീണേ തീരൂ, എല്ലാ കൂട്ടിവെക്കലും പൊളിഞ്ഞേ തീരൂ. വ്യാസൻ അവസാനം പറഞ്ഞതാണ്, നമ്മുടെ കാര്യമല്ലേ പറഞ്ഞ്. എല്ലാ കൂട്ടിവെക്കലും പൊളിഞ്ഞേ തീരും. വിദേശത്ത് പോയി സമ്പത്തുണ്ടാക്കി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്വയം പറയും, സെൻറ്റിന് 1 ലക്ഷത്തിന് ഞാൻ വാങ്ങിയ ഇപ്പം 10 ലക്ഷത്തിന് അപ്പുറത്ത് വിറ്റിട്ടുണ്ട്, 15 വരെ എനിക്ക് ഓഫർ വന്നു. ഇതൊക്കെ വെറുതെ പറയുക. ഇതിങ്ങനെ സങ്കല്പിക്കും. ഒടുവിൽ ഏതൊന്ന് ഉണ്ടാക്കിയോ അതിൻ്റെ പ്രാധാന്യമില്ല. മൺപാത്ര വ്യവസായം കേമായി നടത്തിയ അലുമിനിയം വന്നപ്പോൾ ഇത് പോയി. അലുമിനിയം പാത്രം വലിയ വ്യവസായി, സ്റ്റീല് വന്നപ്പോൾ അത് പോയി. ഇതൊക്കെ പോയി. ജീവിതമോ മരിച്ചേ തീരൂ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉന്നതി ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും മരണത്തെ കൂടി കൂട്ടി ചിന്തിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. ഒരു കുടുംബാംഗം വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഇനി സംസാരിക്കലുണ്ടാവില്ല എന്നുള്ള വിചാരത്തിൽ വേണം സംസാരിക്കാൻ. ഇങ്ങനെ മരണത്തെക്കുറിച്ച് ചേർത്തൊന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ വരികളും വാചകങ്ങളും ഇതൊന്നും ആവില്ല. ഇത്ര കലഹം ഉണ്ടാവില്ല. ഭാര്യാഭർത്താവ് കുടുംബത്തിൽ ഇത്ര കലഹം ഉണ്ടാവില്ല. കലഹം വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മരണം എന്നുള്ളൊരു സാധനം ഇല്ല. ഇങ്ങനെയാണ് നമ്മുടെ വിചാരം. അപ്പോൾ വേദവ്യാസൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ തീരേണ്ടതല്ലേ, സന്തുഷ്ടനാവണ്ടേ? ഇതൊക്കെ പറഞ്ഞ ആൾക്ക് പിന്നെയും ടെൻഷൻ ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഥയാവുന്നത് നാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എന്നിട്ടിപ്പോൾ സന്തോഷമുണ്ടോ? സന്തോഷമില്ല. ഡോക്ടറായി, എൻജിനീയറായി, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചു, അവരുടെ കല്യാണമൊക്കെ നടത്തിക്കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരിടത്തിരിക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. യഥാർത്ഥത്തിൽ സന്തോഷം പരിപൂർണമായാൽ പിന്നെ സിനിമ കാണാൻ പോകണ്ടല്ലോ, പിന്നെ TV കാണാൻ പോകണോ? പരിപൂർണമായ സന്തോഷം വീട്ടിലിരുന്നാൽ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനായി ഈ PR നായൻ്റെ പ്രഭാഷണം കേൾക്കാൻ പോകണം? പരിപൂർണമായ സന്തോഷം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം ഇല്ല. അപ്പോൾ പരിപൂർണ സന്തോഷം ഇല്ല. അപ്പോൾ വ്യാസൻ മൂഡ് ഔട്ടായി കണ്ടു. നാരദ മഹർഷി ചോദിച്ചു, എന്താ പ്രശ്നം? എനിക്കൊരു ശാന്തി കിട്ടുന്നില്ല. നമ്മളും ഇതന്നെ പറയുകയാണ്. ഞാൻ ഇന്നെ പ്രവർത്തനം ചെയ്തു. വ്യാസൻ ഗ്രന്ഥരചനയാണ് നടത്തിയെങ്കിൽ നാം നമ്മുടെ ജീവിതമായിട്ട് ബിസിനസ് നടത്തുന്നവരാവും, അധ്യാപകരാവും, റിയൽ എസ്റ്റേറ്റ് ആവും. ഇതൊന്നും മോശമല്ല. എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. ഇത്രയൊക്കെ ആശുപത്രി നടത്തി, ഞാൻ അവിടെ ഡോക്ടറാണ്, അങ്ങനെ 4 ആശുപത്രി എനിക്ക് കേരളത്തിലുണ്ട്, എന്നിട്ട് 100% സന്തോഷമുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ വ്യാസന് കിട്ടിയ മറുപടി ഉണ്ട്. പണ്ട് യശോദ കൃഷ്ണനെ കെട്ടാൻ വേണ്ടി കയറെടുത്തു. നമ്മൾ കൃഷ്ണനെ കെട്ടാൻ കയറെടുക്കുന്നവരാണ്. കൃഷ്ണനെ വെച്ചാൽ പരിപൂർണമായ ആനന്ദത്തെ,
യശോദ കൃഷ്ണനെ കെട്ടാനായിട്ട് കയറെടുത്ത പോലെ പരിപൂർണമായ ആനന്ദത്തെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറെടുക്കുകയാണ്. ഭൂമി വാങ്ങുന്നതും കെട്ടിടം വാങ്ങുന്നതും ഒക്കെ എന്തിനാണ്? കൃഷ്ണനെ കെട്ടിയിടാണ് നമ്മൾ ചെയ്യുന്നത്. കെട്ടിയിടണല്ലോ, നമ്മുടെ വീട്ടിൽ കൃഷ്ണനെ കെട്ടിയിടണ്ടേ? എങ്ങനെ കെട്ടിയിടാൻ നോക്കിയാലും 1 ഇഞ്ച് കുറവാണ് കയറിന്. 1 അങ്കുലം കുറവാണ്, കെട്ടാൻ പറ്റുന്നില്ല. അവസാനം യശോദ ബുദ്ധിമുട്ടി. നമ്മൾ ഓരോരുത്തർ എന്തൊക്കെ ചെയ്തു, ഇപ്പം സന്തോഷമുണ്ടോ? അങ്ങനെ പോണു. 1 ഇഞ്ച് കുറവാണ്. ആരുടെ കാര്യം എടുത്താലും ലോകത്തെ മുഴുവൻ കീഴടക്കി. ഇപ്പം സന്തോഷമുണ്ടോ? എന്ത് സന്തോഷം? ഒരു പ്രമോഷനും ഇല്ല. ലോകം മുഴുവൻ നമ്മുടെ അല്ലേ, പ്രമോഷൻ ഇല്ലാത്ത പണിയാണ്. അപ്പോഴും സന്തോഷമല്ല. പിന്നെ എപ്പോഴേ യശോദയ്ക്ക് സന്തോഷം ഉണ്ടായത്? കൃഷ്ണൻ ഇങ്ങോട്ട് ചേർന്നിട്ട് പറഞ്ഞു കെട്ടിക്കോളാൻ. ഇങ്ങോട്ട് ചേർന്ന് കെട്ടിയിടാൻ വന്നപ്പോൾ സുഖമായിട്ട് കെട്ടി. അതുവരെ കിടന്ന് കളിച്ചു. എങ്ങനെയൊക്കെ പിടിച്ചാലും നീളല്ല കയറും. അപ്പം നമുക്ക് ഇങ്ങോട്ട് കൃഷ്ണനെ ആകർഷിച്ച് വരുത്തണം. വ്യാസഭഗവാനോട് പറഞ്ഞു, ഭക്തി കൊണ്ടല്ലാതെ ഒരു കാരണവശാലും ആനന്ദം കിട്ടില്ല. എന്ത് കളിച്ചിട്ടും കാര്യമില്ല. അങ്ങ് മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി, മഹാഭാരതം ഇതിഹാസങ്ങൾ എഴുതി. അദ്ദേഹം ഗ്രന്ഥമാണ് എഴുതിയെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഓരോരോ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ഭൂമി വാങ്ങി, അംഗീകാരങ്ങൾ നേടി. അതൊക്കെ എന്നിട്ട് സന്തോഷമുണ്ടോ? എനിക്കിപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ദിവസമാണ്. അതുകൊണ്ടിപ്പോൾ ഒരു സന്തോഷമുണ്ടോ? അപ്പോഴും 1 ഇഞ്ച് കുറവാണ്. ഇനി ഇതിനേക്കാൾ വലിയൊരു അവാർഡ് കിട്ടി, സന്തോഷമുണ്ടോ? അപ്പോഴും 1 ഇഞ്ച്. കാരണം കൃഷ്ണനെ കെട്ടിടാൻ പറ്റില്ല, ഇങ്ങോട്ട് വരണം. അപ്പം പറഞ്ഞു, ഭക്തിയാണ് ഏറ്റവും ഉന്നതമായ വികാരം. ആ ഭക്തിയെ ഉദ്ദീപിക്കൂ. അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതും. അതാണല്ലോ ഭാഗവതം. ഈ കഥ പറയുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത കർമ്മങ്ങളൊക്കെ വെച്ച് നാം ഭക്തിയെ ഉദ്ദീപിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ബ്രഹ്മാനന്ദ തീർത്ഥസ്വാമികൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഇവിടെയൊക്കെ വന്നിട്ട് പ്രഭാഷകർക്ക് ആഹാരം വിളമ്പി തരുന്നവർ കാണിക്കുന്ന മര്യാദ എന്താ? സാറ് ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു, വന്നു, സൽക്കരിച്ചു. വളണ്ടിയർമാരായിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴുള്ള ആ സന്തോഷം വേറെ ഒന്നൊന്നും കിട്ടില്ല. അപ്പോൾ വ്യാസൻ നമുക്ക് പറഞ്ഞത്, നമ്മളുടെ കർമ്മമണ്ഡലം എന്തായിരുന്നാലും വ്യാസൻ ഭക്തിയെ ഉദ്ദീപിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ ഭക്തിഭാവത്തെ ഉദ്ദീപിക്കുന്ന നന്മകൾ ചെയ്യണം. 100 സിനിമ നിർമ്മിച്ചിട്ട് കാര്യമില്ല, ഒരെണ്ണം മനുഷ്യനെ നന്നാക്കുന്ന ആവും. 100 ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ഒരു ഗ്രന്ഥം മനുഷ്യന് വായിക്കാൻ പറ്റുന്നത് ആവും. 365 ദിവസവും പ്രതിഫലം വാങ്ങുമ്പോൾ ഒരു ദിവസം പ്രതിഫലമില്ലാതെ സേവനം ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അങ്ങനെ ഭാഗവതത്തിൽ ശ്രീരാമാവതാരം പരശുരാമാവതാരത്തിനെ കേന്ദ്രീകരിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ രാമാവതാരത്തെപ്പറ്റി രാമായണത്തിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരശുരാമാവതാരത്തെപ്പറ്റിയും രാമാവതാരത്തെപ്പറ്റിയും ഭാഗവതത്തിൽ ഒന്നിങ്ങനെ പരാമർശിച്ച് പോവുകയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ രാമായണം കഥ മുഴുവൻ അതിൽ ഉണ്ട്. പരശുരാമൻ്റെ കഥയിൽ എന്താണ് പരശുരാമൻ്റെ കഥയെന്നിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്? ഇതെൻ്റെ നമ്മൾ ചിന്തിക്കേണ്ടത്. അച്ഛൻ പറഞ്ഞു, പരശുരാമൻ്റെ മാതാവ് ഒരു തെറ്റ് ചെയ്തു എന്ന് കേട്ട ഉടനെ അമ്മയെ വധിക്കാനായിട്ട് പുത്രനോട് പറഞ്ഞു.
ഈ പുത്രൻ അച്ഛൻ്റെ വാക്ക് ചെവിക്കൊണ്ട് അമ്മയെ വധിച്ചു. നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. മരിച്ച അമ്മയെയും, അമ്മ മാത്രമല്ല സഹോദരന്മാരുണ്ട്, അവർക്ക് പുനർജന്മം കിട്ടണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അമ്മ എണീറ്റു. മരിച്ച വിവരം ഇവരറിഞ്ഞിട്ടില്ല, ഉറങ്ങിക്കിടക്കുകയെന്ന് അവർ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും പഠിക്കാമല്ലോ. പക്ഷെ പരശുരാമന് ഭയങ്കര സങ്കടമുണ്ട്, പശ്ചാത്താപമുണ്ട്. മാതൃഹത്യ അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മാതൃഹത്യയാണ് ചെയ്തത്. അങ്ങനെ പരശുരാമൻ തുടർന്നുള്ള ജീവിതത്തിൽ കാർത്തികവിരാജനായിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ക്ഷത്രിയന്മാർ കൊന്നു. അവരെ തിരിച്ച് ആക്രമിച്ച് ക്ഷത്രിയന്മാരുടെ ശക്തി നശിപ്പിച്ച് ഭൂമി വീണ്ടെടുത്ത് അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞതിൽ എല്ലാ സംഗ്രഹവും വന്നു. നമ്മൾ ഭാഗവത കഥ കേൾക്കുമ്പോൾ ഇത്രയും അറിയാത്തവർ ഇല്ല. ഇതെന്താ ഇപ്പം നമ്മുടെ ജീവിതമായിട്ട് ബന്ധം? ക്ഷത്രിയരിൽ നിന്ന് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത്. കേരളത്തിൻ്റെ ആദ്യത്തെ പേര് ശൂർപ്പാകരം എന്നാണ്. ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം, മുറത്തിൻ്റെ രൂപത്തിലുള്ളത് എന്നാണ്. ശൂർപ്പ നഖ എന്ന് പറഞ്ഞാൽ മുറം മാതിരി നഖമുള്ളവൾ എന്നാണ്. നമ്മുടെ കേരള ഭൂമിയുടെ രൂപം ഒരു മുറങ്ങനെ വെച്ച മാതിരിയാണ്. ഒരു ഭാഗത്ത് പർവ്വതങ്ങൾ, പിന്നെ താഴ്വാര, ഇവിടെ സമുദ്രം. ഇതാണ് കേരളം. പരശുരാമ അവതാരത്തിന് പരശുരാമൻ്റെ മുമ്പേ വാമനാവതാരം ഉണ്ടായി. അപ്പം അങ്ങനെ ഈ പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുക? കുട്ടികൾ ചോദിക്കും. അങ്ങനെ മഹാബലിയുടെ കാലത്ത് വാമനൻ മഹാബലിയെ ചവിട്ടിത്താത്തി എന്നല്ല, മഹാബലിയെ ഉയർത്തി. സുനാമി വന്ന് കേരളം പോയി. പരശുരാമൻ കേരളത്തെ വീണ്ടെടുത്തു എന്നാണ് വാക്ക്. ഇത് എത്ര വർഷമായി നമ്മൾ തെറ്റിപ്പറയുന്നു? എന്നിട്ട് കുട്ടിയോട് ചോദിക്കുക, എങ്ങനെ പരശുരാമൻ അല്ലേ കേരളത്തിലുണ്ടാക്കിയത്? പിന്നെ എങ്ങനെയാണ് മഹാബലി കഥ ശരിയാവുക? അപ്പം രക്ഷാകർത്താക്കൾ പറയും, നമ്മുടെ കഥയിൽ അങ്ങനെ പല പൊട്ടത്തരം പറയും. വ്യക്തമായിട്ടും പറയണം. ഞാൻ തന്നെ ഒരു 50 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഈ വീണ്ടെടുത്തു എന്നുള്ളത് മാറ്റി പറയരുതല്ലേ? ഇപ്പോഴും വായിക്കും പത്രങ്ങളിൽ. ഇപ്പം മറുപടി എപ്പോഴും ഇങ്ങനത് എഴുതാൻ പറ്റും. ഉണ്ടായിരുന്ന കേരളത്തിനെ വീണ്ടെടുത്തു. ഇൻവെൻഷൻ. ഇവിടെ ഉള്ളതിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്ത് ഇവിടെ മുമ്പുണ്ട്. ഈ ക്ഷത്രിയന്മാരെ നിന്ന് വീണ്ടെടുത്ത് ബ്രാഹ്മണന് കൊടുത്തു എന്ന്. ഇതൊക്കെ നമ്മുടെ അകത്ത് നടക്കുന്ന കഥകൾ കൂടിയാണ്. ഒരു ഘട്ടം മണ്ണിൽ ഹിമാലയ പർവ്വതമുണ്ട്. അപ്പം ഈ മണ്ണിനകത്ത് നടക്കുന്ന കാര്യം ഹിമാലയ പർവ്വതത്തിലും നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം പുറത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ വീടിന് ഒരു വാസ്തു ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ആകെ ഒരു വാസ്തുവുണ്ട്. കേരളത്തിന് ഒരു വാസ്തുവുണ്ട്. അവിടെ ഒരു മതിൽ, നമ്മളുടെ വീടിനകത്ത് ഇപ്പുറത്തെ ഒരു മതിൽ വന്നാൽ ഇവിടെ ഒരു വാസ്തുവുണ്ട്, ഇവിടെ ഒരു വാസ്തുവുണ്ട്. അപ്പോൾ ഏത് കാര്യവും നമ്മുടെ അകത്ത് നടക്കുന്നതാണ്. നമ്മുടെ അകത്ത് ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനും നമ്മുടെ അകത്തുണ്ട്. വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉണ്ട്. ഈ ലോകത്തും ഉണ്ട്, പുറത്തുമുണ്ട്. വൃക്ഷങ്ങൾക്കും ഇത് ബാധകമാണ്, ജീവികൾക്കും ബാധകമാണ്. നമ്മുടെ മുഖത്ത് മസ്തിഷ്കം, ഏറ്റവും വലിയ ബുദ്ധി, ഈശ്വരാന്വേഷണം, ഇത് നമ്മളിലെ ബ്രാഹ്മണനാണ്. അതുകൂടാതെ നമ്മളിലെ ക്ഷത്രിയനാണ് നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. രജോഗുണം. രജോഗുണം മോശമല്ല ഏതൊരു കാര്യത്തിനും. സംസാരിക്കുന്ന ആളേക്കാൾ
മഹാന്മാർ കേൾക്കുന്നവരാണ് എന്ന് പറയാൻ കാരണം, സംസാരിക്കുന്ന വ്യക്തി രജോ ഗുണത്തെ പുറത്തെടുത്താലേ സംസാരിക്കാൻ പറ്റൂ. ലജ്ജിച്ചുകൊണ്ട് തമോ ഗുണത്തെ കൂട്ടുപിടിച്ചിരുന്നാൽ ശരിയാവൂ. അയ്യോ ഞാനൊന്നും അറിയാത്ത ആളാണെന്ന് സാത്വഗുണം കാണിച്ച കാര്യം നടക്കുമോ? അപ്പം യു ടേക്ക് ഇറ്റ് ഫ്രം മീ എന്ന് പറഞ്ഞ മാതിരി സംഭാഷണം എന്ന് പറയുന്നത് രജസ. ശ്രവിക്കുന്നവരിപ്പോൾ ഏതിനെയാണ് കൂട്ടുപിടിക്കുന്നത്? സത്വഗുണത്തെയാണ്. ചെവി കൂർപ്പിച്ചു, എന്താ പോകട്ടെ, അയാൾ എന്താ പറയണമെന്ന് കേൾക്കാം. ഇപ്പം എന്താണ്? ചെവി കാതോർക്കുമ്പോൾ സത്വഗുണം. ഇവിടെ രജോ ഗുണത്തെ നമുക്ക് ആവശ്യമാണ് ഒരു കർമ്മം ചെയ്യാൻ. തമോ ഗുണവും വേണം. അങ്ങനെ ഇരിക്കെ എന്നിൽ ഈ രജോ ഗുണം വർദ്ധിച്ചു. നമ്മളിൽ കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും സ്കോപ്പ് പൈസ ഉണ്ടാക്കിക്കോ, പരീക്ഷ പാസ്സാകുക, വേറെ ആളുടെ പ്രോപ്പർട്ടി നമുക്ക് കൈയടക്കണം. നമ്മുടെ ജീവിതം ഒരർത്ഥത്തിൽ അസുരന്മാരുടെ ജീവിതം ആണ്. അസുരന്മാർ എന്താ ചെയ്തത്? അവർക്ക് ഒരു മോശമില്ല. അവരുടെ ജീവിതത്തിൽ അസുരന്മാർ ചെയ്തത് ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കി തീർക്കണം ജീവിതം. നമ്മളും ഇപ്പം ചെയ്യുന്നതാണ്. ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റരുത്. പലയിടത്തിൽ നമുക്ക് വീടുണ്ട്, സമ്പാദ്യമുണ്ട്, മക്കളുണ്ട്. മക്കളെയും വിശ്വസിക്കാൻ പറ്റില്ല. മക്കളില്ലെങ്കിൽ ഞാൻ കഴിയും. അവസാനം ഭാര്യ ഭർത്താവ് ഒരാളാവും. ഒരാളായാലും നിൽക്കും. ഈ നിലനിൽപ്പാണ് രാവണൻ മുതൽക്ക് എല്ലാവരും ചെയ്ത കാര്യം. മാത്രമല്ല അവർ അതിന് ഉപാസന തുടങ്ങി. ശിവനെ ഉപാസിച്ചിട്ടാണ് രാവണന് വലിയ അസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ കിട്ടിയത്. ഏത് അസുരൻ്റെ, ഹിരണ്യകശിപുവിനെ എടുത്താലും ഹിരണ്യാക്ഷനെടുത്താലും അവർ ഈ ബിരുദങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയാണ്, വെറുതെ കൊടുത്തതല്ല. രാവണന് ശിവൻ ഇത്രയും വലിയ ചന്ദ്രഹാസം മുതൽക്ക് പലതും കൊടുത്തു എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുത്താണോ? വെറുതെ വൈസ് ചാൻസലർ ബിരുദം തരുമോ? പരീക്ഷ എഴുതി പാസ്സായി എക്സാമിനർമാർ പരിശോധിച്ച് നിവർത്തില്ലാതെയാണ് അപ്പോൾ ഈ കൊടുക്കണത്. അങ്ങനെ ഏത് അസുരന്മാരും സുഖമായിട്ട് ജീവിക്കുന്നതിൻ്റെ പിന്നിൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം സ്വതന്ത്രനാവണം, എനിക്ക് ദൈവത്തിൻ്റെ ഗുണം ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. നമ്മളും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഗുണം നമുക്കുണ്ടാകണം. തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് മാത്രം എന്തൊക്കെ ദൈവത്തിൻ്റെ ഗുണമുണ്ടോ കാലത്തിനെ അതിജീവിക്കണം. ഇത് തന്നെ. പിന്നെ എൻ്റെ ഈ അസുരന്മാരോട് ഈ വരമൊക്കെ കൊടുത്തിട്ട് ശിവനും പരാശക്തിക്കും ഇഷ്ടമില്ലാതെ പോയത്? ഇതൊക്കെ കൊടുത്തു. 1.5 ലക്ഷം കൊല്ലം തപസ് ചെയ്തു. ആ 1.5 ലക്ഷം കൊല്ലം തപസ് ചെയ്തിട്ട് നിവൃത്തിയില്ലാതെ അറിയിക്കുന്ന വരങ്ങൾ കൊടുത്തിട്ട് രാവണന് ഭീകരമായ മരണം, കംസൻ്റെ പേര് കുട്ടികൾക്ക് ഇടാറില്ല, ഹിരണ്യകശിപുവിനെ ഹിരണ്യകശിപുവിന് മക്കൾക്ക് പേരിടില്ല. എന്ത് ഇവർക്കൊക്കെ പറ്റിയേ? ദേവിയുമായിട്ട് യുദ്ധം ചെയ്യാൻ 1.5 ലക്ഷം കൊല്ലം ദേവിയോട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് വരെ കിട്ടിയ ആളുകളൊക്കെ അസുരന്മാർ പരാജയപ്പെട്ടു. ദേവന്മാർ പരാജയപ്പെട്ടില്ല. പരാശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി ദേവന്മാർ കഴിയുന്നു. നമുക്കിപ്പോൾ ഒരു സംശയം, ദേവനാവണോ അസുരനാവണോ? അസുരന്മാർ മരണത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളും ശാസ്ത്രം പുരോഗമിച്ച് അതാ ചെയ്യുന്നു. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ശിവനെ ആരാധിച്ച രാവണൻ
ശിവനിൽ നിന്ന് വരം കിട്ടുക എന്ന അംശത്തെ മാത്രമാണ് ചാനലൈസ് ചെയ്തെടുത്തത്. ഇവിടുത്തെ അസുരന്മാരുടെ ഉപാസനാ രീതി, ഇവിടെ ഇരുന്ന് സംസാരിക്കണ എനിക്ക് പല മുഖങ്ങളുണ്ടാവുമല്ലോ. പത്രാധിപരാവും, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ആവും. ബാങ്ക് മാനേജർ അല്ല കേട്ടോ, ഉദാഹരണം പറയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇയാൾ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജറും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വ്യക്തി എന്നിലെ ആ വശത്തെ മാത്രം ചൂഷണം ചെയ്ത് കാര്യം സാധിക്കാനുള്ള ചില ടെക്നിക്കുകൾ എടുത്താൽ എന്ത് സംഭവിക്കും? എൻ്റെ മുഴുവൻ വ്യക്തിത്വത്തിൻ്റെ അനുഗ്രഹം കിട്ടില്ല. കാരണം അയാൾ ആ കാര്യം സാധിക്കുക, പരാശക്തിയുടെ വരം കിട്ടുക എന്ന അംശം മാത്രം മതി ഇവർക്ക്, വേറെ ഒന്നും വേണ്ട. പക്ഷേ അങ്ങനത്തെ കാര്യം സാധിക്കുന്നതിന് പകരം കുട്ടി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് മടിയിലാണ്ടിരുന്നാലോ? അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാന്നും അറിയില്ല, കുട്ടിക്ക് ഒന്നും അറിയില്ല. ഒരു കാര്യത്തില്ല, കുട്ടിയുടെ മുഴുവൻ സുരക്ഷയും അച്ഛൻ നോക്കി. വ്യത്യാസം ആലോചിക്കണം. ആ വരം കിട്ടുക എന്നുള്ള അംശത്തെ പറ്റി മാത്രമാണ് രാവണനും ബാക്കിയുള്ളവരും ചിന്തിച്ചത്. ദേവ സ്വഭാവമുള്ളവർ എൻ്റെ മുഴുവൻ കാര്യം അമ്മ നോക്കിക്കൊള്ളണം, വിശേഷിച്ചൊരു കാര്യസാധ്യമല്ല. അതാണ് അവരുടെ ഭക്തിയുടെ പ്രത്യേകത. പക്ഷെ ക്രമേണ നമ്മളിലെ രജോ ഗുണം, നമ്മളിലെ ക്ഷത്രിയൻ ശക്തമായി. നമ്മുടെ അകത്ത് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. രജസ് കൂടി. ഈ ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ അസുരൻ്റെ പുനർജന്മമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ക്രമേണ എന്ത് ഉണ്ടാവും? നമ്മൾക്ക് അഡ്മിനിസ്ട്രേഷൻ പവർ കൂടി, നമ്മൾ പ്രമാണിയായി, ആജ്ഞാനുവർത്തികളായി. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ക്ഷത്രിയൻ മുന്നിട്ട് നിൽക്കുന്നു. പിന്നെ പരാജയം ഉണ്ടാവുക. ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബ്രാഹ്മണനും എല്ലാ അംശവും നമ്മുടെ ബോഡിയിൽ നിൽക്കണം കൃത്യമായിട്ട്. പണിയെടുക്കുന്ന ആൾ വേണം, ഓടാൻ പറ്റുന്ന കാലുകൾ വേണം. അങ്ങനെ വരുമ്പോൾ അവതാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ രാമനും പരശുരാമനും അവതരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ. ഈ അവതാരം നമ്മളുടെ അകത്ത് നടക്കണം. നമ്മുടെ അകത്ത് പരശുരാമൻ ജനിക്കണം. എന്നിട്ട് നമ്മളിലെ ക്ഷത്രിയൻ്റെ ശക്തി കുറച്ച് ആ ശക്തി വിശേഷത്തെ നമ്മുടെ അകത്തെ ബ്രാഹ്മണന് കൊടുക്കണം. ബ്രഹ്മമാർഗത്തെ അറിയുന്ന ജ്ഞാനിയാണ്, വിവേകമാണ് ബ്രാഹ്മണ തത്വം. ബ്രഹ്മമാർഗത്തെ അറിയുന്നു. അപ്പം നമ്മളിലെ ബ്രാഹ്മണന് നമ്മുടെ ക്ഷത്രിയനിൽ നിന്ന് തട്ടിയെടുത്ത ഭൂമി നമ്മുടെ മസ്തിഷ്കത്തിനകത്തെ ബ്രാഹ്മണന് കൊടുക്കണം. ഈ കഥയെ, ശാസ്ത്രീയമായുള്ള ഈ കഥയെ ഭാഗവതത്തിൽ പരശുരാമാവതാരം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. നമ്മൾ പരശുരാമൻ്റെ കഥ വായിക്കുമ്പോൾ ഇത് പുറത്ത് നടന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ കഥയാണ്. നമ്മുടെ അകത്തും അവതാരം നടക്കുന്നു. ഏതൊരു കാര്യത്തിലും നമ്മുടെ അകത്ത് നടക്കുന്ന കഥയാണ് പുറത്ത്. മഹിഷാസുരൻ, ആരാണ് ഈ മഹിഷാസുരൻ? ഒരു ഗന്ധർവന് എരുമയിൽ ഉണ്ടായ സന്താനമാണ് മഹിഷാസുരൻ. അപ്പോൾ ഇത് കേട്ടിട്ട് എന്തൊക്കെ വിഡ്ഢിത്തം നമ്മൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാലം മാറിയില്ലേ? കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ട് പറയണ്ടേ? എന്താ ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ? ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സൗണ്ട്, ശബ്ദം. ശബ്ദം കൊണ്ടാണ് ഈ ലോകത്തെ നിർമ്മിക്കപ്പെട്ടുള്ളത്. ഏതൊരു വ്യക്തിയെ അനലൈസ് ചെയ്താലും സൗണ്ടാണ്. ശബ്ദത്തിൻ്റെ ചേരുവയാണ് നമ്മുടെ ശരീരം. അപ്പം ആരാ ഗന്ധർവൻ? സൗണ്ട്. ഗാനഗന്ധർവൻ എന്ന വാക്ക് അതിൽ നിന്നുണ്ടായത്. ശബ്ദത്തിന് താരതമ്യേന ആദ്യം ശബ്ദം മാത്രമാകുമ്പോൾ രൂപമില്ല. അതിനാണ് ഗന്ധർവൻ എന്ന് വിളിച്ചത്. അപ്പം നമ്മളിലെ
രൂപമില്ലാത്തൊരു സൗണ്ടുണ്ട്, എരുമയുമായി ചേർന്ന്. എരുമ എന്ന് പറഞ്ഞാൽ തമോ ഗുണം, തമസ്. മരണം തമോ ഗുണമായതുകൊണ്ടാണ് കാലൻ്റെ പുറത്ത് കാലൻ പോത്തിൻ്റെ മുകളിൽ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിലെ ശബ്ദം തമസ്സുമായിട്ട് ചേർന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ കാര്യം സത്വഗുണവുമായിട്ട് നമ്മുടെ ശബ്ദം ചേരുമ്പോൾ എന്തായി? നമ്മുടെ സ്വരം സത്വഗുണവുമായിട്ട് ദേവി രക്ഷിക്കണേ എന്ന് വിചാരിച്ച് പറയുമ്പോൾ അത് ആധ്യാത്മിക പ്രഭാഷണമായി. ഇതേ ശബ്ദം വേണ്ടാത്ത കൂട്ടുകെട്ട്, സത്സംഗം, ഇല്ലായ്മ, അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതേ വ്യക്തി എന്തായി? ചിലരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വന്നാൽ വായന്ന് എന്തൊക്കെയാ വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തേ സംഭവിച്ചേ? നമ്മളിലെ ഗന്ധർവൻ എരുമയായിട്ട് കൂട്ടുകൂടിയാൽ അതിൽ നിന്നുണ്ടാകുന്നതാണ് മഹിഷാസുരൻ. ഇപ്പം മഹിഷാസുരൻ ഉണ്ടായതെന്ന് എവിടെയാണ്? ഇവിടെ തന്നെ. നമ്മളങ്ങോട്ട് ചൂടായാൽ, അനാവശ്യം പറഞ്ഞു ആര് വന്നാലും വെട്ടിക്കൊല്ലും. ഒരാളും അടുത്തേക്ക് വരില്ല, അയാളുടെ അടുത്തേക്ക് പോകേണ്ട, കൊടുവാളെടുത്തിട്ടാണ് നിൽക്കുന്നത്, അടുത്തേക്ക് ചെല്ലണ്ട. ഇതാണ് മഹിഷാസുരനാണ് ഇപ്പോൾ ശരീരത്തിനെ ഭരിക്കുന്നത്. ആദ്യം പോയിട്ട് ദേവേന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കി, എന്നിട്ട് ആ സിംഹാസനത്തിലിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ ക്ഷോഭം തലയ്ക്ക് കയറിയാൽ എന്താ പറയാൻ നിവൃത്തിയില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന ദേവേന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അവിടെ മഹിഷാസുരൻ കയറിയിരുന്നു നമ്മുടെ അകത്ത്. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ കൊടുവാളുകൊണ്ട് വെട്ടും. പറയണ ഭാഷ അതാണ്. അപ്പം എന്തായി? നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ അത് നേരെയാക്കാനുള്ള സംവിധാനമുണ്ട്. ഭൂമിയിലൊരു പ്രശ്നം വന്നാൽ സമൂഹത്തിൽ അതിൻ്റെ സംവിധാനം സമൂഹത്തിനുള്ള പോലെ. വല്ലാത്തൊരു കലഹമുണ്ടെങ്കിൽ പോലീസ് ഇടപെടില്ലേ, ഗവൺമെൻറ് ഇടപെടില്ലേ? അത് പൊതുവെയുള്ള കാര്യം. നമ്മുടെ ശരീരത്തിൽ പണ്ട് ശ്രീബുദ്ധനോട് ശിഷ്യനോട് പറഞ്ഞു, കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരൂ. ആനന്ദം പോയിട്ട് മടങ്ങി വന്നു, അയ്യോ കലക്കവെള്ളമാണ്, കുറേ കാളകൾ അതിലേ പോയി, അതുകൊണ്ട് വെള്ളം കലങ്ങി. ആനന്ദ പേടിക്കണ്ട, തന്നെ ശുദ്ധീകരിച്ചോളൂ. ഇനി പോയി നോക്കൂ. പിന്നെ ചെന്നപ്പോൾ തെളിഞ്ഞ വെള്ളം. ആരെ ശുദ്ധീകരിച്ച്? നമ്മുടെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അവതാരങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത്? നിത്യാവതാരം, അനുനിമിഷം നമ്മുടെ അകത്ത് അവതാര കഥകൾ നടക്കുന്നുണ്ട്. അപ്പം മഹിഷാസുരൻ ഇവിടെ ചെന്ന് വിട്ടാൽ എന്ത് ചെയ്തു? നമ്മളിലെ ദേവന്മാരെല്ലാം കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. ഇങ്ങനെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അകത്താണ് നടക്കുന്നത്. വിഷ്ണു രക്ഷിക്കണം. വിഷ്ണു പറഞ്ഞു, നിങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയോട് പറയൂ മഹിഷാസുരനെ നിഗ്രഹിക്കണം. അങ്ങനെ നമ്മുടെ അകത്ത് തന്നെ ഈ ശക്തിവിശേഷം പ്രവർത്തിക്കുകയും ദേവി നമ്മുടെ അകത്ത് വരുമ്പോൾ എന്ത് സംഭവിച്ചു? മഹിഷാസുരനായിട്ട് യുദ്ധം ചെയ്ത് സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൃഷ്ണനാരെ ഇരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. ദേഷ്യപ്പെടല്ലേ, നമുക്ക് ഇപ്പം വെട്ടിക്കൊല വേണ്ട, ഞാൻ പ്രശ്നം പരിഹരിക്കാം, ഇരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പം എന്താ അവിടെ സംഭവിക്കണം? ദൈവം അധ്യക്ഷപ്പെടുക, മെഡിറ്റേഷൻ ഉണ്ടാവുകയാണ്, ധ്യാനം ഉണ്ടാവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ 19 കൊല്ലത്തെ പരിചയമല്ലേ? പ്രശ്നത്തിന് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കി ഇരിക്കും. ആദ്യം ദാഹം ഉണ്ടാവും, ഇവിടെ ഒരു ചായ കൊടുത്ത് കൊടുക്കുക. അപ്പം എന്താ അവിടെ നടക്കണത്? മെഡിറ്റേഷൻ, ധ്യാനം. ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. മഹിഷാസുരനെ നിഗ്രഹിച്ച് പ്രജ്ഞയുടെ സ്ഥാനത്ത് ദേവിയെ കൊണ്ടുവന്ന കഥയാണ് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഇതേ കഥ തന്നെയാണ് ഭാഗവതത്തിലെ എല്ലാ കഥയും തിരിച്ചും മറിച്ചുവിട്ടതാണ്. തോന്നില്ല?
ഇഡ്ഡലി തന്നെയാണ് ദോശ, ആ ദോശ തന്നെയാണ് വെള്ളപ്പം. ഇന്ന് എഴുതുന്ന എല്ലാവരുടെ കഥയൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അനവധി കഥയും നോവലും സിനിമയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ചാട്ടാധ്വനി, ശുഭയാത്ര, പൂക്കാലം വരവായി ഒക്കെ തിരിച്ചു മറിച്ചോട്ടല്ലേ. 2 പുരുഷൻ ഒരു സ്ത്രീയെ പ്രേമിച്ചു. ഇനി എഴുതാൻ പോണത് എന്താ? ഇതേ ഫോർമുല, ഇതേ കാര്യമാണ്. പരശുരാമൻ എന്ത് ചെയ്തു? ക്ഷത്രിയന്മാരിൽ നിന്ന് ബ്രാഹ്മണന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഇതിൻ്റെ അർത്ഥം ക്ഷത്രിയന്മാരെ കൊല്ലണം എന്നല്ല. ക്ഷത്രിയൻ വേണം, ബ്രാഹ്മണനും വേണം. നമ്മളിലെ ക്ഷത്രിയന് പ്രാധാന്യം വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ റേ എന്ന് പറയും. സൂര്യപ്രകാശം 7 രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. അതിലത്തെ ഒന്നാണ് അഡ്മിനിസ്ട്രേഷൻ റേ. അത് സ്വാധീനിച്ചവർക്ക് എത്ര കൂട്ടി വെച്ചാലും എത്ര അധികാരം കിട്ടിയാലും അവർക്ക് തൃപ്തിയായിരിക്കും. ചില വീടുകളിൽ നോക്കിയിട്ടുണ്ടോ, വീടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആരാ? അവിടുത്തെ അമ്മയ്ക്കായിരിക്കും. മകൻ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചെന്നാണ് ഇതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേഷൻ കയ്യിൽ നിന്ന് വിടാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിലാണ്. കോഴിക്കോട്ടൊരു വീട്ടിൽ ഏകപുത്രൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകും. കല്യാണം നിശ്ചയിച്ചതൊക്കെ ആരാണ്? മകൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ നിശ്ചയിക്കാം. അങ്ങനെ അമ്മ നിശ്ചയിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോകും. വീട്ടിൽ ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കുമ്പോൾ അമ്മായിയമ്മ ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഭരണിയിൽ നിന്ന് പഞ്ചസാര എടുത്തിട്ട് അത് ചായപ്പാത്രത്തിൽ കൊട്ടിട്ട് ഈ സ്പൂൺ നനയ്ക്കാതെ ഇങ്ങോട്ട് വിട്ടു. ഈ പെൺകുട്ടി ആ ചായ ഉണ്ടാക്കുമെങ്കിൽ ആ സ്പൂണിൽ എടുത്തിട്ട് തന്നെ കലക്കിയിട്ട് ആ സ്പൂണ് വീണ്ടും അവിടെ ഇടും. ഇതങ്ങിട്ട് കണ്ടാൽ അമ്മായിയമ്മയ്ക്ക് ഹാലളകലായി. അത് അവസാനം വലിയൊരു വഴക്കലേക്ക് എത്താൻ ഇതൊക്കെ കാരണമായി. ക്ഷത്രിയനിൽ നിന്ന് നാം നമ്മളിലെ ബ്രാഹ്മണനിലേക്ക്, ഇൻ്റലക്ച്വൽ ബ്രഹ്മമാർഗത്തെ അറിയുക, അതിലേക്ക് മാറണം. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ നമ്മളുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ അതിൽ വരുന്നുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. നരസിംഹം എന്നാകുമ്പോൾ പകുതി മൃഗവും പകുതി മനുഷ്യനും. വീണ്ടും പ്രമോഷൻ കിട്ടി, ഉയരക്കുറവുള്ള വാമനനായി. ആ ഉയരക്കുറവുള്ള വാമനായിട്ട് പിന്നെയും പ്രമോഷൻ. പരശുരാമൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്ഷോഭത്തെയും മുഴുവൻ ഒതുക്കിയിട്ടില്ല. പരശുരാമന് കുറച്ചൊരു മുൻകോപവും ഒക്കെ ഉണ്ട്. ആ മുൻകോപം ഉണ്ടെന്ന് മാത്രമല്ല, പരശുരാമാവതാരവും രാമാവതാരവും കൂടി ശ്രീരാമൻ വിവാഹം കഴിച്ച് വരുന്ന സമയത്ത് പരശുരാമനായിട്ട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഉടനെ നമ്മൾ പഠിക്കണം. നാം നമ്മളിലെ പരശുരാമനെ വിട്ട് ഏറ്റുമുട്ടണം. അപ്പം നമ്മൾ രാമനായി. ഭാഗവതം വായിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തെ പറ്റി വായിക്കുമ്പോൾ നമ്മളതാവണം. അപ്പോൾ കുറച്ച് നേരം ഒരു കഥാപാത്രത്തെ ഫോളോ ചെയ്ത് വേറൊരു കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ കഥാപാത്രം ആവണം. എന്നിട്ടെന്തായി? അവർ തമ്മിലുണ്ടായിട്ടുള്ള ചെറിയൊരു യുദ്ധവും ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി. ദശരഥനാകെ പരിഭ്രമിച്ചു. അപ്പോൾ നടന്ന കാര്യമാണ് ശക്തിപാതം എന്നാണ് ആ വാക്ക്. ശക്തിപാതം. ഒരാളുടെ മുഴുവൻ പവറും മറ്റൊരാൾക്കാട് കൊടുക്കുകയാണ്. ഗുരു ശിഷ്യന് കൊടുക്കുന്നതിൻ്റെ പേരാണ്, ശിഷ്യ, എൻ്റെ മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു, ഇനി ഞാനൊരു ചണ്ടിയാണ്. ഇതാണ് ശക്തിപാതം. ഇത് രാമന് പരശുരാമൻ്റെ മുഴുവൻ ശക്തിയും അങ്ങോട്ട് കൊടുത്തു. നമ്മളിലെ പരശുരാമൻ്റെ മുഴുവൻ ശക്തിയും നമുക്ക് കിട്ടണം. നമ്മളിൽ തന്നെയുണ്ട് ഈ ശക്തി വിശേഷമൊക്കെ. അതുകൊണ്ടാണ് ആധ്യാത്മികതയുടെ പ്രത്യേകത 100% ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്
നിൽക്കുന്നു. 100%. ആ കഥയുടെ എസൻസ് എന്താണ്? ആ കഥയുടെ എസൻസ് ചിലപ്പോൾ രാമായണ പ്രഭാഷണത്തിൽ ഞാൻ ചെല്ലുമ്പോൾ രാമായണം എന്നുള്ള വാക്കേ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ആ ലക്ഷ്യം എന്താ, അത് ഇന്നത്തെ ദിവസം നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്ന്. എന്താണ് രാമാവതാരം? അത് കഴിഞ്ഞ് ഒരു സമ്പൂർണനായിട്ടുള്ള മനുഷ്യനായി പരശുരാമന് ശേഷം ശ്രീരാമനായപ്പോൾ താരതമ്യേന ഒരു മര്യാദാ പുരുഷോത്തമൻ, ഒരു ഒത്ത മനുഷ്യനായിട്ട് രാമൻ മാറി. രാമൻ എല്ലാ നിയമങ്ങൾക്കും വിധേയനായിരുന്നു. നമ്മളങ്ങനെ ആയിരിക്കണം, എല്ലാത്തിനും വിധേയൻ. തെറ്റായുള്ളൊരു കാര്യം ചെയ്യില്ല. ഏത് കാര്യത്തിനും രാമനൊരു വ്യക്തിയായിരുന്നു, വ്യക്തമാക്കുന്നവനാണ് വ്യക്തി. തുടർന്ന് എന്താ നമുക്ക് പറഞ്ഞു തന്നെ? കൃഷ്ണൻ വന്നു. കൃഷ്ണൻ സകല നിയമത്തിനും അതീതനായിരുന്നു. ആദ്യം നിയമം മുഴുവൻ പഠിക്കണം. നമ്മൾ രാമനാവണം. രാമനായിക്കഴിഞ്ഞാൽ, കൃഷ്ണനായിക്കഴിഞ്ഞാൽ കൃഷ്ണൻ നിയമത്തെ ഉണ്ടാക്കുന്നവനാണ്. നിയമം മുഴുവൻ പഠിച്ചിട്ട് പുതിയ നിയമം ഉണ്ടാക്കില്ലേ, അതിനൊക്കെ അതീതനാണ്. അതുകൊണ്ടാണ് കൃഷ്ണലീല, കൃഷ്ണൻ്റെ ഓരോന്നും ലീലകളാണ്. ആ കൃഷ്ണൻ്റെ ലീലയുടെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഭാഗവതത്തിൽ രാമനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്? എന്താണ് രാമൻ്റെ കഥ? രാമൻ്റെ കഥ, രാവണൻ ലോകത്തെ കീഴടക്കി. രാവണൻ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ എന്നാണ് അർത്ഥം. അതിബുദ്ധിമാൻ, എല്ലാ ശാസ്ത്രവും പഠിച്ചവൻ, ഈശ്വരവിശ്വാസി, ഭക്തിയുള്ള ആള്. വളരെ ശ്രദ്ധിക്കണം. അസുരന്മാരുടെ ഭക്തിക്ക് ഒരു കുറവേ ഉള്ളൂ. ആ കുറവ് നമുക്കുണ്ടോ നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ അസുരന്മാരാണോ എന്ന് ആലോചിക്കണം. ഇന്ന വര അവിടുന്ന് കിട്ടും, ഇന്ന കാര്യം അവിടുന്ന് സാധിക്കും. പരാശക്തിയുടെ ടോട്ടാലിറ്റിയെ കണ്ടിട്ട് എനിക്കൊന്നും വേണ്ട, ഭക്തി മാത്രം മതി. ഇതല്ല രാവണൻ. ഇന്ന വരം ഇന്നോടത്തി പോയാൽ കിട്ടും, ഇന്ന യൂണിവേഴ്സിറ്റി പോയിട്ട് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് സ്കോപ്പുണ്ട്. ഇതേ. അപ്പം അതിബുദ്ധിമാനായ രാവണൻ എല്ലാ സൽഗുണങ്ങളും ഉണ്ട്. വെറുതെ ഇല്ലാത്ത ദോഷങ്ങളൊന്നും രാവണനെ കുറിച്ച് പറയരുത്. രാവണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര വലിയ തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരു ചക്രവർത്തിക്ക് എന്താണ് പാടില്ലാത്തത്? അത്ര മിടുക്കുണ്ട്, അത്ര മിടുക്കുണ്ട്, അത്ര പഠിച്ചു. ഈ പഠിക്കുന്ന എന്തിനാണ്? നമ്മുടെ കാര്യം എടുക്കുക. എന്തിനാണ് നമ്മൾ പഠിക്കണം? ഉദ്യോഗം കിട്ടാൻ. ഉദ്യോഗം കിട്ടുക എന്തിനാണ്? ശമ്പളം കിട്ടാൻ. ശമ്പളം കിട്ടുന്നത് എന്തിനാണ്? എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കണം. കാര്യം സാധിക്കാൻ എന്ത് വേണം? ധനം വേണം. അതിൻ്റെ ദേവത ആരാ? മഹാലക്ഷ്മി. മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലിരിക്കണം. ഇതൊരാഗ്രഹമല്ലേ? എല്ലാ എനർജിയുടെയും ഉറവിടമായ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജിയാണ് ലക്ഷ്മി. നമുക്കൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? എനിക്കിത് കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് പോകണ്ടേ? എനർജി വേണ്ടേ എനിക്ക്? നാളെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണ്ടേ? കാശ് വേണ്ടേ? നമുക്കൊക്കെ വേണ്ടേ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന എനർജി? അതിനല്ലേ നമ്മൾ പഠിക്കുന്നതും എന്ത് കാര്യം ചെയ്യുന്നത്? അപ്പം രാവണൻ പഠിച്ചത് എന്തിനാണ്? മഹാലക്ഷ്മിയെ ലങ്കയിൽ കൊണ്ടുവന്ന് ഇരുത്തണം. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടാവണ്ടേ? അങ്ങനെ വരുമ്പോൾ രാവണൻ എന്ത് തെറ്റ് ചെയ്ത്? രാവണൻ ഒരു തെറ്റും ചെയ്തില്ല. ലങ്കയിൽ മഹാലക്ഷ്മിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്താൻ വേണ്ടുന്ന പഠിത്തം, എന്ത് പഠിത്തം വേണോ അത് പഠിച്ചു. നമ്മൾ നല്ലപോലെ ആലോചിക്കണം. ആധുനികമാണ്. ശിശുപാലൻ, കുട്ടികളെ നല്ല പോലെ വളർത്തുന്നതാണ്. ശിശുവിനെ പാലിക്കുക എന്ന ഏക ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്.
വിശേഷിച്ചൊരു കുറ്റമൊന്നും പറയാനില്ല. ആ ശിശുപാലനും ആഗ്രഹിച്ചു രുക്മിണിയെ, മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഈ അസുരന്മാരൊക്കെ ഏത് കഥ എടുത്തായിരുന്നാലും കഥയുടെ അടിത്തറ ഒന്നാണ് ഭാഗവതത്തിലെ. അസുരന്മാർ ഈശ്വരന് തുല്യമായി മാറാനുള്ള പരീക്ഷണങ്ങൾ നടത്തി. ഒന്നുകൂടി പറഞ്ഞാൽ, ലങ്കയിൽ ശ്രീരാമൻ ചെന്നപ്പോൾ വിഭീഷണോട് ചോദിച്ചു, ഇവിടെ എന്താ കുട്ടികളെയൊന്നും കാണുന്നില്ലല്ലോ? വിഭീഷണൻ പറഞ്ഞു, ഇവിടെ കുട്ടികളില്ല. അല്ല, കുട്ടികളില്ലാത്ത രാജ്യം. ഇവിടെ ഒരു പ്രത്യേകത, കുട്ടികളില്ല. മാത്രമല്ല ഇവിടെ പ്രസവവേദനയില്ല. അപ്പോൾ ചോദിച്ചു, പ്രസവവേദന ഇല്ലാത്ത രാജ്യം? അപ്പോൾ പറഞ്ഞു, ആദ്യം ഈ അസുര സ്ത്രീകൾ പ്രസവവേദന വന്നാൽ അങ്ങോട്ട് നെല്ലോളി തുടങ്ങും. അസുര സ്ത്രീകളല്ലേ. അവസാനം ലങ്ക മുഴുവൻ കിടുകിടുന്നതിനെ പറിക്കുക. അപ്പോൾ ഒരു 10 സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജനജീവിതം നടക്കില്ല. ഇവരുടെ നെല്ലോളിയുണ്ട്. ഞങ്ങൾ പാർവതിയെ ഉപാസിച്ചു, പാർവതി അനുഗ്രഹിച്ചു, പ്രസവവേദന ക്യാൻസൽഡ്. പിന്നെ ഈ കുട്ടികൾ വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്തോട്ടെ, പ്രസവവേദന ക്യാൻസലാക്കി ജനിക്കുമ്പോൾ തന്നെ കുറച്ച് വലിപ്പം ഉണ്ടാവും, പേടിക്കണ്ട. കുട്ടികളെ കൊണ്ട് ജനിച്ച ഉടനെ നല്ല വലിപ്പം ഉണ്ടാവും. നേരിട്ടിട്ട് 5ാം ക്ലാസ്സിൽ ചേർത്തിയാൽ മതി, കുട്ടി വേണ്ട. ഇതിൻ്റെ മീനിങ് എന്താ? പാർവതി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പുരോഗമിച്ച് ഇപ്പോൾ കുട്ടികളില്ലല്ലോ. ഇപ്പം കുട്ടികൾ വേണമെങ്കിൽ കൃഷ്ണൻകുട്ടി, ഗോപാലൻകുട്ടി എന്നുള്ള കുട്ടിയല്ലാതെ ജനിച്ച് 5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ കുടവയറൊക്കെ ആയിട്ട് വലിയ വലിയ വർത്താനല്ലേ. കുട്ടിയുടെ എന്തെങ്കിലും സ്വഭാവമുണ്ടോ? കുട്ടികളുടെ സ്വഭാവമില്ല. ഒക്കെ മുതിർന്ന കുട്ടികളുടെ മാതിരിയൊക്കെ വർത്താനം. അവർ പറഞ്ഞ വർത്താനം കേട്ട് അച്ഛനും അമ്മയും ചെയ്യി പൊത്തി ഓടും. അങ്ങനത്തെ വർത്താനം കുട്ടികൾ പറയും. പിന്നെ പ്രസവവേദനയും ഒന്നുമില്ല, നമുക്കറിയാമല്ലോ. സിസേറിയനൊക്കെ വന്നതോടുകൂടി അത് നമ്മൾ ക്യാൻസലാക്കി. ഇതൊക്കെ ലങ്കയുടെ ശാസ്ത്ര പുരോഗതിയാണ്. അപ്പം എന്താ ഈ മഹാലക്ഷ്മിക്ക് ലങ്കയിലേക്ക് വരാൻ ഇത്ര ഒരു ബുദ്ധിമുട്ട്? എന്നാൽ പിന്നെ ലക്ഷ്മിക്ക് വന്നിരുന്നോടെ, എന്താ പ്രശ്നം? പുരാണകഥയിൽ മഹാലക്ഷ്മിക്ക് ലങ്കയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. ലങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വാക്കിൻ്റെ പിന്നിലും അതിൻ്റെ മുഴുവൻ ചരിത്രവും ഉണ്ട്. കാലത്തെ തിരിച്ചിട്ടതാണ് ലങ്ക. നമ്മളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് ശരിക്കും? ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ മാങ്കാവിലാണ്, കോഴിക്കോട്ടെന്ന് ഞാൻ പറയും. സത്യമാണോ? മാങ്കാവ് ചെന്ന ഉടനെ മനസ്സ് ഭൂതകാലത്തേക്ക് പോയില്ലേ? ഭൂതകാലത്ത് നിന്ന് ഒന്ന് വർത്തമാനകാലത്തേക്ക് വരുമ്പോഴേക്കും ഭാവിയിലേക്ക് പോയില്ലേ? ഈ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടല്ലേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം എത്ര തവണ ഭൂതകാലത്തിലേക്ക് പോയി? വൈകുന്നേരത്തെ ആഹാരം എന്താ? സാമ്പാർ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലേ, മറന്നു വെച്ചാൽ ടീപ്പോയുടെ മുകളിൽ വെച്ചാൽ കീടത്തുണ്ടാവും. ഇപ്പം ഭാവിയിലേക്ക് പോയി. കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചു. വർത്തമാനകാലം, കാലം തെറ്റിയ ലോകമാണ്. നമുക്കൊക്കെ ടെൻഷനാണ്, പ്രഷറാണ്. കുട്ടികൾക്ക് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുകയാണ്, ഹാർട്ട് ഡിസീസാണ്. ഈ ഹാർട്ട് ഡിസീസും പ്രഷറും ഉണ്ടാവുന്നത് ലങ്കയിൽ താമസിച്ചുകൊണ്ടാണ്. നമ്മുടെ മനസ്സിനെ ലങ്കയാക്കി മാറ്റുകയാണ്. ഇതാണ് പ്രഷർ. വരാനിരിക്കണ കാലം എന്താ പറയുക? പേരക്കുട്ടിയുടെ കുട്ടി വലുതായാൽ കല്യാണം നടക്കണ്ടേ? ചിന്തയാണ് കുട്ടിയുടെ കാര്യത്തിൽ. ഇനി ഒരു 60 കൊല്ലം കഴിഞ്ഞാൽ ഭൂമിക്ക് വില കുറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ സ്വർണം എന്നുള്ളത് സങ്കല്പം മാത്രമാണ്. ആ സ്വർണം എന്നുള്ള വില എന്നുള്ള സങ്കല്പം അങ്ങോട്ട് പോയാലോ? ചിലപ്പോൾ നമ്മൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബോർഡ്, ഇവിടെ സ്വർണം വലിച്ചെറിയരുത്. എന്തിനത് കൊള്ളുക? ഇതൊരു സങ്കല്പമല്ലേ? ഇത് കേട്ടപ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് കുറേ പേർക്ക് പരിഭ്രമമായില്ലേ? മനസ്സിൽ ലങ്കയിലേക്ക് പോയില്ലേ? ഇത്ര പവറുണ്ട് കേട്ടോ, ഇത് എവിടെയാണ് വലിച്ചെറിയുക? ഇതാണ് ലങ്ക. വർത്തമാനകാലം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെ വർത്തമാനകാലമാണ് വിഷ്ണു. കാലം പ്രസന്റ് ടെൻസിലേക്ക് വരൂ. അതിൻ്റെ പേരാണ് ജീവനം. ലക്ഷ്മിക്ക് ഇരിക്കാൻ വിഷ്ണുവിൻ്റെ അടുത്താണ് ഇഷ്ടം. ലങ്കയിലല്ല. കാലം, വർത്തമാനകാലം. വർത്തമാനകാലത്തെ മനസ്സിലാക്കൂ, പുഞ്ചിരിക്കൂ. മൂലാധാരവും സ്വാധിഷ്ഠാനവും കഴിഞ്ഞാൽ മണിപൂരക ചക്രമാണ് വർത്തമാനകാലം. ഭാരതത്തിൻ്റെ മണിപൂരക ചക്രത്തിൻ്റെ സ്ഥാനമാണ് അയോധ്യ. ആധാരചക്രങ്ങൾക്ക് ഓരോന്നിനും
ഓരോ പോയിൻ്റുണ്ട്. മൂലാധാരമാണ് ഹരിദ്വാർ, സ്വാധിഷ്ഠാനമാണ് കാഞ്ചി കാമാക്ഷി, മണിപൂരകമാണ് അയോധ്യ, അനാഹതമാണ് മധുര, വിശുദ്ധി ചക്രമാണ് ഉജ്ജയിനിയിലെ മഹാകാളേശ്വര ക്ഷേത്രം, ആജ്ഞാചക്രമാണ് കാശി വിശ്വനാഥ്, സഹസ്രാരമാണ് ദ്വാരക. സഹസ്രാരമായതുകൊണ്ടാണ് ദ്വാരകയിലേക്ക് അധികം പേര് പോകാറില്ല. ഞാൻ ഇപ്പോൾ ഒരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നുള്ള പുസ്തകത്തിൽ ഈ യാത്രാവിവരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുരുകൻ്റെ 6 പടവീടുകളിലും ഇത് തന്നെയാണ്. ഈ 6 ചക്രങ്ങളെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഈ 6 പടവീടുകളിൽ വരുന്ന സ്ഥലമല്ല മരുതമല, കോയമ്പത്തൂർ. ആയിത്തേ മൂലാധാരം ഹരിദ്വാർ, സ്വാധിഷ്ഠാനം കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, മണിപൂരകം അയോധ്യ, അനാഹതം മധുര, കൃഷ്ണൻ്റെ മധുര രഥം നദ, വിശുദ്ധി മഹാകാളേശ്വര ക്ഷേത്രം, ആജ്ഞ കാശി, സഹസ്രാരം മധുര. ഇത് തൽക്കാലം ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞാൽ തോന്നും. അല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കീഴ്പ്പെട്ട് ഇറങ്ങിയ അതിലത്തെ ഓരോന്നും വിസ്തരിക്കാനുണ്ട്. എങ്ങനെയാ ഇപ്പോൾ ഈ മൂലാധാരം അവിടെ കിടക്കുന്ന ഹരിദ്വാർ ആയത് എന്നൊക്കെ ചോദ്യം വരും നമുക്ക്. ഇതാകെ ഒരു ചക്രമാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ അതേമാതിരി ഇപ്പോൾ ഒരു റൗണ്ടിൽ 1-ാം നമ്പർ എവിടെയാ 2 എന്ന് പറയാൻ പറ്റില്ല. നമ്മളെക്കാൾ ജ്ഞാനം ഋഷിമാർക്ക് ഉണ്ടായത് കൊണ്ടാണ് 8ാമത്തെ പുത്രൻ വധിക്കെന്ന് പറഞ്ഞാൽ 8ാമത്തെ കുട്ടിയെ കൊന്നാൽ പോരെ. 8ാമത്തെ കുട്ടിയെ കൊന്നാൽ പോരെ. കൃഷ്ണന് ബുദ്ധിയുണ്ട്, നമ്മുടെ കണക്കല്ല. ഏതപ്പം ഈ 8? എവിടുന്ന് എണ്ണുന്നത് എവിടുന്ന്? ഇവിടെ ഇരിക്കുന്നിടത്ത് 8ാമത്തെ ആളാരാ? അങ്ങനെ പറയാൻ പറ്റില്ല. എവിടുന്ന് നിങ്ങൾ എണ്ണി തുടങ്ങുന്നത്? ആരും 8ാമത്തെ ആളാവാം. ഇതൊരു ലോകചക്രമാണ്. ഈ ലോകചക്രത്തിൽ തുടക്കവും അവസാനം ഒന്നും നമ്മൾ വിചാരിക്കുന്നതല്ല. ഇതുകൊണ്ടാണ് ആധ്യാത്മികതയെ നിത്യജീവിതവുമായിട്ട് ബന്ധിപ്പിക്കണം. സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടി നടക്കുന്നു, പിന്നെ അത് നിലനിൽക്കുന്നു, സംഭരിക്കുന്നു. നമുക്കാണിത് സൃഷ്ടി സ്ഥിതി സംഹാരം. പ്രപഞ്ചചക്രത്തിൽ ഇങ്ങനെയല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം, തിരോധാനം, അനുഗ്രഹം, സൃഷ്ടി സ്ഥിതി സംഹാരം. നാം ജനിച്ചതിന് ശേഷമൊക്കെ ഓരോന്ന് സൃഷ്ടിക്കണു കണ്ടു, അത് സംഹരിക്കണു. അതുകൊണ്ട് സൃഷ്ടിയാണ് ആദ്യം എന്ന് വിചാരിക്കണു. അല്ല, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ സംഹാരമാണ് ആദ്യം. സംഹാരം കഴിഞ്ഞാൽ സൃഷ്ടി. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ധനഞ്ജയൻ എന്ന വായു അദ്ദേഹത്തിൽ ഉണരുകയും ആ വ്യക്തിയെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിച്ച് നശിപ്പിക്കാനുള്ള കൃമികീടങ്ങളെ വരെ ഉണ്ടാക്കി മരണത്തിൻ്റെ നിമിഷം വരെ തീർച്ചയാക്കി സംഹാരം കഴിഞ്ഞതിന് ശേഷമാണ് സൃഷ്ടി. പക്ഷേ നമ്മളുണ്ടാക്കിയ മൊബൈൽ ഫോൺ ആദ്യം നമ്മൾ സൃഷ്ടിച്ചു, ആവശ്യം കഴിഞ്ഞു. സൃഷ്ടികർത്താവിന് സംഹാരിക്കാൻ അറിയില്ല. അതല്ലേ ഈ വേസ്റ്റ്. ഈ വേസ്റ്റ് പ്രോബ്ലം എന്താ? മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തുവിനെയും സംഹരിക്കാനും മനുഷ്യനറിയില്ല. ഇതിങ്ങനെ ഉണ്ടാക്കും ഈ വേസ്റ്റ്, അത് ലോകം നിറയും. ഉണ്ടാക്കിയ ആൾക്ക് സംഹരിക്കാൻ അറിയില്ല. ഈശ്വര സൃഷ്ടി എന്തായി? സൃഷ്ടിക്ക് മുമ്പേ സംഹാരം കഴിഞ്ഞു. ഇതിൻ്റെ കഥാരൂപമാണ് അർജുന, നീ ആരെയും നിഗ്രഹിക്കുന്നില്ല. ഞാൻ ആരെയും കൊല്ലുന്നില്ലേ? ആരെയും നിഗ്രഹിക്കുന്നില്ല. ഇത് അടുത്ത സെക്കൻഡിൽ ഇന്നാൾ മരിക്കുമല്ലോ, ഒന്ന് എന്നെ സ്പർശിച്ച് നോക്കുമ്പോൾ എന്താ അറിയോ? കൃഷ്ണൻ അമ്പ ഇത് കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിലാണ് പിന്നെ ഈ അർജുനൻ അമ്പയും. കൃഷ്ണൻ ആദ്യം നിഗ്രഹിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മിയെ നമുക്ക് കാലം തെറ്റി ഇങ്ങോട്ട് ലങ്കയാക്കി മാറ്റിയാൽ നമുക്കും മഹാലക്ഷ്മിയെ കിട്ടില്ല.
ലക്ഷ്യസ്ഥാനത്തെത്തുന്ന എനർജി ലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ലങ്കയായാൽ ശരിയാവില്ല. ലങ്കയ്ക്ക് ഈ പുരോഗതി കണ്ടായി. ആ ലക്ഷ്മിയെ നിർബന്ധപൂർവം ഞാനിവിടെ കൊണ്ടുവന്ന് വയ്ക്കുമെന്ന് രാവണൻ പറഞ്ഞു. ഇതാണ് രാമാവതാരത്തിൻ്റെ പ്രസക്തി. എല്ലാ അസുരന്മാരും മഹാലക്ഷ്മിയെ ഞാനിവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും. ഇതാണ് കഥ. നമ്മുടെ കഥയും ഇതാണ്. ഞാനൊരു നോവൽ എഴുതിയാൽ അതിൻ്റെ കഥ എന്താവും? പത്മനാഭൻ ഒരാളെ സൃഷ്ടിക്കും. ആദ്യം തെരുവ് തണ്ടിയാവും, ഗൾഫ് പോവും. എന്നിട്ട് എന്താ ലക്ഷ്യം? മഹാലക്ഷ്മിയെ എൻ്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിടും. ഇതന്നെ കഥ. ഏത് കഥയും ഒന്നാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ കഥയൊന്നുമില്ല. എന്നിട്ട് പത്മനാഭൻ സ്വത്തുണ്ടാക്കി, മുതലുണ്ടാക്കി, അവസാനം പോലീസിൻ്റെ പിടിയിലായി, ലോക്കപ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. കഥ എന്താ? ഭാഗവതം കഥ തന്നെയാണ്. ഇങ്ങനെ നല്ലാത്തൊരു കഥ പറഞ്ഞാൽ അതിൻ്റെ കഥ എന്താ? ഗജേന്ദ്രമോക്ഷം. ഒരാന ഉണ്ടായിരുന്നു. ആന അങ്ങനെ വളരെ 10,000-10,000 ആനകൾ കൂടെ ഒരിടത്തിയൊന്ന് വെള്ളം കുടിച്ചിട്ടൊന്ന് കലക്കി. നമ്മുടെ അഹങ്കാരം കാണിക്കാനേ ഒരൊറ്റ കുളത്തിപ്പിടുത്തം മുതല. വളരെ നിസ്സാരമാണെന്ന് വേണ്ടി ചവിട്ടി. നോക്കുമ്പോൾ ശക്തി കൂടുക. വലിച്ചാൽ കിട്ടുന്നില്ല. ബാക്കി ആനകളൊക്കെ കൂടെ വന്നു പിടിച്ചു നിൽക്കുന്നില്ല. ഈ ആനകളൊക്കെ പോയി, ഒറ്റക്കായി. അവിടെ നിന്ന് കരഞ്ഞു. ഇത് ആനയുടെ കഥയല്ലേ? അല്ല, നമ്മുടെ കഥയാണ്. നമ്മളൊരാനയാണ്. ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയുണ്ട്? 10,000-10,000 ആന കൂടല്ലേ? ആനയൊക്കെ വലുതുണ്ട്. ഒരു ചവിട്ട് കൊടുത്താൽ മുതല വീണില്ലേ? അങ്ങനെ ഇരിക്കെ ഒട്ടും വിചാരിക്കാതെ 500 രൂപ കൈക്കൂലി. ഇതപ്പോൾ സംഭവമേ. കോടികൾ കൈക്കൂലി വാങ്ങിയപ്പോൾ ആരും ചോദിച്ചില്ല. ഇത്ര സ്വർണം നിക്ഷേപിച്ചപ്പോൾ ഒരാളും ചോദിച്ചില്ല. വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് 500 രൂപയുടെ കാര്യം. കുളത്തങ്ങടി ശക്തായി. ഗജേന്ദ്രമോക്ഷം. നമ്മളൊക്കെ ഗജേന്ദ്രന്മാരാണ്. വെള്ളം കുടിച്ചാൽ അവിടെ നിന്ന് കലക്കം കുടിച്ച്. ഗജേന്ദ്രമോക്ഷം വായിക്കുമ്പോൾ അത്ര വിനയം നമ്മളിൽ ഉണ്ടാകണം. ഈ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ മഹാലക്ഷ്മിയെ വീണ്ടെടുത്ത് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ശരീരത്തിലെ ലങ്കയിൽ നിന്ന് നമ്മുടെ മനസ്സിനകത്ത് ഈ തലങ്ങളൊക്കെ ഉണ്ട്. ശിവൻ ഇവിടെ ഉണ്ട് വലതു ഭാഗത്ത്, പാർവതി ഇപ്പുറത്തുണ്ട്. ഇടതുഭാഗ മസ്തിഷ്കത്തിലാണ് യുക്തിചിന്ത. ഇത്ര മണിക്ക് പോകണം, ഇപ്പം പ്രസംഗം അവസാനിപ്പിക്കണം. ഇതൊക്കെ ഈ മസ്തിഷ്കം. കവിത്വം, ഈശ്വരവിശ്വാസം, ലോകാന്വേഷണമൊക്കെ ഇവിടെയാണ്. 2. ശിവന് 2 പുത്രന്മാരുണ്ട്. ഒന്ന് സുഷുമ്ന എന്ന നാഡി തന്നെയാണ് സുബ്രഹ്മണ്യൻ. ശിവനിലേക്ക് എത്താനുള്ള കവാടത്തിൽ നിൽക്കുന്ന ഗണപതി പുത്രനാണ്. ശിവനൊരു മകളുള്ളവരധികം പേര് അറിഞ്ഞിട്ടില്ല അതുവരെ. മലയാളികൾക്ക് അത്ര ഒരു പിടുത്തല്ല. ശിവന് 2 ആൺമക്കളുള്ളവരറിയാം. പെൺമക്കൾ ഉണ്ട്. പെൺമക്കളുണ്ട്. അശോകസുന്ദരി എന്നാ പേര്. കുറച്ചെങ്കിലും മലയാളികൾ അതിനെപ്പറ്റി അറിഞ്ഞത് ഈ കൈലാസനാഥൻ സീരിയൽ വന്നപ്പോഴാണ്. ശിവപുരാണം വന്നു. അശോകസുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാരതൊക്കെ നമ്മുടെ അകത്താണ്. നമ്മുടെ അകത്തൊരു അശോകസുന്ദരിയുണ്ട്. അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്ത അവസ്ഥ. ഒരു ശോകവുമില്ലാത്തൊരവസ്ഥ നമ്മുടെ അകത്തുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കൂ ബ്രെയിൻ കൊണ്ട്. അതുകൊണ്ടാണ് സീതയെ രാവണൻ അശോകവനത്തിൽ ഇരുത്തി എന്ന് പറഞ്ഞു. അശോകവനികാന്യായം എന്നൊരു ന്യായം പറയുന്നത്. അശോകമായൊരവസ്ഥ. ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരശോകസുന്ദരി ഉണ്ട്. ഈ അശോകസുന്ദരിയെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. ഒരു ശോകവും നമ്മളെ ബാധിക്കാത്തൊരവസ്ഥ ശിവന്റെ പുത്രിയാണ്. ഈ അശോകസുന്ദരിയെ പറ്റി മനസ്സിലാക്കാൻ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ വളർത്തുന്ന ഒരു മാവും തയ്യുണ്ട്.
ഈ വൃക്ഷങ്ങളോട് സംസാരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക്. വൃക്ഷങ്ങളോട് വർത്തമാനം പറയും, കേട്ടാൽ മനസ്സിലാവും. അശോകസുന്ദരി ഞാൻ മോളേന്ന് വിളിച്ചിട്ട് അശോകസുന്ദരി എന്നാ പേരിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അശോകസുന്ദരി. ഇത് വിഡ്ഢിത്തമല്ല, വൃക്ഷങ്ങളെ പേരെടുത്ത് വിളിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അശോകസുന്ദരി എന്നാണ് എൻ്റെ പേരെന്ന് ആ വൃക്ഷത്തിന് മനസ്സിലാവും. നമ്മൾ സംസാരിക്കുമ്പോൾ വൃക്ഷങ്ങൾ മുഴുവൻ കേൾക്കുകയാണ്. മരണത്തിൻ്റെ തലേ ദിവസം രാവണൻ എന്തേ പറഞ്ഞേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തതാണ് നിങ്ങൾ പറയണേ? ഞാൻ ഈ പഠിച്ചത് എന്തിനാ? മഹാലക്ഷ്മി അവിടെ കൊണ്ടു വയ്ക്കാനല്ലേ? നിങ്ങൾ പഠിക്കണതിനല്ലേ? മാത്രമല്ല, വൈശാഖത്തിൽ ഞാൻ അത്തിമരം മുറിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എവിടെത്തി വൈശാഖ മാസമാവുക, അത്തിമരം മുറിക്കുക ഞാൻ ചെയ്തിട്ടില്ലോ. ഇതാണ് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് മുറിക്കുമ്പോൾ അതിൻ്റെ സമ്മതം ചോദിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മളിലെ ലങ്കയിലേക്ക് നാം ഫോഴ്സ് ചെയ്ത് നമ്മളുടെ ഇന്നത്തെ വിദ്യ ആയിട്ട് ബന്ധമില്ലാത്ത വിദ്യകൾ, മുതലുണ്ടാക്കുന്ന വിദ്യ വഴി ഈ ലങ്കയിലേക്ക് മഹാലക്ഷ്മിയെ നാം തട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ അകത്ത് രാമൻ ഉണ്ടാവണം. ഇതാണ് ഭാഗവതത്തിലെ രാമായണം, ഭാഗവതത്തിലെ രാമൻ്റെ കഥ. ഭാഗവതം ഉപരിപ്ലവമായിട്ട് വായിക്കുമ്പോൾ നമുക്കിതൊന്നും തോന്നില്ല. എങ്ങനെയൊക്കെ ഉണ്ടോ തോന്നും. ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ സത്യത്തിൽ ബ്രഹ്മാനന്ദ സ്വാമികൾ ഈ ഭാഗവത സത്രം വയ്ക്കുന്നത്. സത്രം എന്ന് പറഞ്ഞാൽ പല ആളുകളും വ്യത്യസ്ത ആംഗിളിലൂടെ കാണുകയാണ്. അപ്പം ഈ ഭാഗവതത്തിനകത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് അതിൻ്റെ ഉപരിപ്ലവമായ കഥ നമ്മളത് കേട്ട ഉടനെ കഥ വിടണം. അതിൻ്റെ അടിയിലൊരു കാര്യമുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, കഥ പറയും, ആനയ്ക്ക് മോക്ഷം കിട്ടി, ആനയ്ക്ക് വരെ മോക്ഷം കിട്ടി എന്നല്ല കഥ പറഞ്ഞത്. തീർച്ചയായിട്ടും കഥ വേണം. കുറച്ച് ആഴത്തിൽ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ലക്ഷ്മിയെ കൊണ്ടുവരാം. എങ്ങനെ? വിഷ്ണുവിനെ ആദ്യം ക്ഷണിക്കൂ. വിഷ്ണു വന്നിരിക്കുമ്പോൾ എന്തായി? വിഷ്ണു ആരാ? വർത്തമാനകാലമാണ്, ലങ്കയല്ല, കാലമാണ്, മെഡിറ്റേഷൻ. വിഷ്ണു അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ലക്ഷ്മി ഒപ്പുണ്ടാവും. ഇതൊന്നും തെറ്റല്ല. ദേവന്മാരുടെ വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവരികയല്ല, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ക്യാരക്ടർ ബിൽഡിങ്, നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവശുദ്ധി, നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ മൊറാലിറ്റി, ഇത്രയും കാര്യം ഉണ്ടാകുമ്പോൾ വിഷ്ണു നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് ക്യാരക്ടർ ബേസ്ഡ് എഡ്യൂക്കേഷൻ വേണം എന്ന് പറയാൻ കാരണം. ആ എഡ്യൂക്കേഷനിൽ വിഷ്ണുവിനെ കൂട്ടുകാരനാക്കുകയാണ്. പിന്നെന്താ പേടിക്കാൻ? വിഷ്ണു, മെഡിറ്റേഷൻ, വർത്തമാനകാലം, സയൻസ്, ഏത് വാക്ക് കണ്ടുപിടിച്ചാലും അതിൻ്റെ അർത്ഥം വിഷ്ണുവാണ്. ഈ വിഷ്ണു ഏത് സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മുറ്റടിക്കാറാ? മഹാലക്ഷ്മി. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്. ധാരാളം മാതൃകാപരമായിട്ടുള്ള വ്യക്തികളുണ്ട്. കന്യാകുമാരി മുതൽ ഹിമാലയം വരെ യാത്ര ചെയ്താൽ, എൻ്റെ ഒരു പ്രധാന പുസ്തകം കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥാപനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പൂട്ടാതെ. ഒരു പ്രധാന സ്ഥാപനം ഇന്നും വളരെ ഫേമസാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ MD ആയിട്ട് സംസാരിക്കുമ്പോൾ MD പറഞ്ഞു, ഇത് സ്ഥാപിച്ച ആൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര ശതമാനം സൗജന്യമായിട്ട് സേവനം നടത്തിക്കൊള്ളണം. ആ സേവനം സൗജന്യമായിട്ട് നടത്തുമ്പോൾ എന്തായി? വിഷ്ണു കൂട്ടുകാരനായി. വിഷ്ണു നമ്മളെ വിട്ടു പോകാത്ത ഒരു വിദ്യ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ മഹാലക്ഷ്മി എന്താ പറയുക? എൻ്റെ ഭർത്താവ് എപ്പോഴും അയാളുടെ കൂടെയാണ്, ഞാൻ അവിടുന്ന് പായയും തലനെടുത്ത് ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ അടുക്കളപ്പണി മഹാലക്ഷ്മി.
അടുക്കളയിൽ പണിയെടുക്കാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് നമുക്കൊക്കെ മഹാലക്ഷ്മിയെ കൊണ്ടായിട്ട് ജീവിച്ചാൽ എന്താ? പണിക്ക് ആരാണെന്ന് ചോദിക്കണ്ട, മഹാലക്ഷ്മി വന്നിട്ട് നമുക്ക് ചെയ്തു തരുമല്ലോ. അതൊക്കെ എന്തേ വേണ്ടത് നമ്മുടെ ബുദ്ധിയെ ലങ്കയാക്കി മാറ്റാതിരിക്കുക, നമ്മുടെ ബുദ്ധിയെ യുദ്ധമില്ലാത്ത അയോധ്യയാക്കി മാറ്റുക. ഇതാണ് ഭാഗവതത്തിൽ രാമാവതാരവും പരശുരാമാവതാരവും ഭക്തിപൂർവം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യവികാരങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഫുടം ചെയ്ത വികാരമാണ് ഭക്തി. ഭക്തിപ്രഭാഷണമല്ലേ എന്നൊക്കെ ചോദിക്കും ചിലർ. എന്താ വിചാരം അറിയോ? ഭക്തിപ്രഭാഷണമാണ് രാമ രാമ എന്നിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന വിചാരമല്ല. പ്യുവർ സയൻസ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ശുദ്ധീകരിച്ച ഏതാ? റോ എന്ന് വിളിക്കാവുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഏറ്റവും താഴെയുള്ളതാണ് നിരത്തിലിടുന്ന ടാറ്. ആ ടാറ് കഴിഞ്ഞാൽ പിന്നെ ചുവന്ന മണ്ണെണ്ണ എന്ന് പറയും. അതിൽ പൃഥ്വിതത്വം കൂടുതലുണ്ടായതുകൊണ്ടാണ് ഈ ചുവന്ന മണ്ണെണ്ണ. പിന്നെ മണ്ണെണ്ണ ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഡീസല്, കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്തു പെട്രോള്. അങ്ങനെ ഏറ്റവും കൂടിയ രൂപം എന്താ? അതിൻ്റെ പേരാണ് കുക്കിംഗ് ഗ്യാസ്. അതിലും തെളിഞ്ഞൊരു രൂപമില്ല. ഈ കുക്കിംഗ് ഗ്യാസിനേക്കാൾ കൂടിയ സാധനമല്ല അത്. ആദ്യം എവിടേക്കാണ് വരിക? നേരിട്ട് ഗ്യാസ് എടുത്തുകൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക്. ആധ്യാത്മികത നമ്മുടെ അടുക്കളയിലേക്ക് വരണം. അടുക്കളയിൽ നമ്മുടെ അടുക്കളക്കാരിയാണ് ആധ്യാത്മികത. നമ്മുടെ വീട്ടിലെ കാര്യം അവനവൻ്റെ കാര്യമാണ്. ഈ നോവലും കഥയും സിനിമയും സീരിയലൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ വീട്ടിലെ കഥ പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ വീട്ടിലെ കഥയാക്കിയിട്ട് മാറ്റിയിട്ട് പറയേണ്ട ഉത്തരവാദിത്തം ഇപ്പോഴത്തെ പ്രഭാഷകരൊക്കെ ഉണ്ട്. അവരൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമൃത ടി വിയിൽ ഞാൻ 10 കൊല്ലമായി, മീഡിയ വണ്ണിൽ 3 വർഷമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ആളുകൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? ആ മീനിങ് ജനങ്ങളിൽ എത്തിക്കാനാണ് ഇത്തരം സത്രങ്ങൾ. ആ സത്രങ്ങളിൽ പറയുകയാണ് രാമാവതാരം എന്ന് പറഞ്ഞാൽ തെറ്റായ മാർഗത്തിലൂടെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്നാൽ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരിടത്തിരിക്കില്ല. ഒരിടത്തിരിക്കുന്നതല്ല ലക്ഷ്മി. അതിൻ്റെ മീനിങ് എന്താണ്? പച്ചവെള്ളത്തിനെ നമ്മൾ ഒരിടത്ത് കെട്ടി നിർത്തിയാൽ ശരിയാവും? അത് എല്ലാവരിലും എത്തിക്കണ്ടേ? ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ആഹാരത്തിന് ഒരിടത്ത് നമ്മൾ ഒരാൾ പൊഴിഞ്ഞു വെച്ചാൽ ശരിയാവുമോ? അത് വീതിച്ച് കൊടുക്കണ്ടേ എല്ലാവർക്കും? ഈ ലോകത്തിൻ്റെ അടിസ്ഥാന എനർജിയെ ഒരിടത്ത് കെട്ടിട്ടാൽ ശരിയാവില്ല. ലക്ഷ്മിയെ കെട്ടിയിടരുത്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ആ എല്ലാവർക്കും ഉള്ളവനെ നമ്മളിപ്പോൾ എന്താണ് പരിപാടി? നമ്മുടേതാക്കിയിട്ട് ഒതുക്കും. നമ്മുടേതായിട്ട് ഒതുക്കിയിട്ട് നമുക്ക് എങ്ങനെ സ്വർണം ഉണ്ടാക്കി അവിടെ വെച്ചു, ഇവിടെ എസ്റ്റേറ്റ് പണിതു, ഒടുവിൽ രാമൻ വന്നിട്ട് രാവണനെ നിഗ്രഹിച്ച് ലക്ഷ്മി കൊണ്ടുപോകും. ഇതെടുത്ത് വെച്ചോളൂ, ലക്ഷ്മി ഇങ്ങോട്ട് വരും. മൊറാലിറ്റി ഉണ്ടാവൂ, ജീവിതത്തിൽ ആദർശങ്ങളെ പിന്തുടരൂ. ഏതൊരു കാര്യത്തെ വിമർശിക്കുന്നവരും നമ്മുടെ ചില സൽഗുണങ്ങളെ അംഗീകരിച്ച് തരാറില്ലേ? നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കുറ്റം മാത്രം പറയുന്നവരുണ്ടെന്ന് വിചാരിക്കുക. അയാൾ മോശക്കാരനാണ്, ഇങ്ങനത്തവനാണ്. ആ കുറ്റം പറയുന്ന വ്യക്തി ഇന്നൊരു ഗുണം അയാൾക്കുണ്ട് കേട്ടോ, കാശ് കടം വാങ്ങിയാൽ മടക്കി കൊടുക്കേ, ആ കാര്യത്തിൽ അയാൾ പെർഫെക്റ്റാണ്. നമ്മുടെ ഗുണം പറഞ്ഞു. കുറ്റം പറയുന്നവരുടെ വരെ നാക്ക്. ചിലർക്ക് കുറ്റം പറഞ്ഞേ പറ്റൂന്ന് നേർച്ചയുള്ളവരുണ്ട്. അവർ പിന്നെ എങ്ങനെ കുറ്റം പറയുക വെച്ചാൽ കുറേ സേവന കർമ്മങ്ങൾ ചിലതൊന്നും ഇല്ല എന്ന് പറയണില്ല. അവർക്കും കുറച്ച് നല്ലത് പറയണം. കുറേ എന്തൊക്കെയോ സേവന പ്രവൃത്തി നല്ലത് പറയാൻ മടിയാണ്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം നമ്മൾ പറയണമെന്നല്ല. ചിലവർ പറയും ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം സജ്ജനങ്ങളായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പരദൂഷണം പറയുന്നത്. കൊല്ലലൊക്കെ രണ്ടാമതേ വരൂ. ഈശ്വരതുല്യമായ ഗുണങ്ങളുള്ള വ്യക്തിയെക്കുറിച്ച്, അതാരോ ആവട്ടെ, നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളായിരിക്കും,
നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും വേറെ ആളാവും. സജ്ജനങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ശീലിക്കരുത്. ഇതുകൊണ്ടാണ് ഭാഗവതത്തിലെ രാമായണ കഥ പറഞ്ഞപ്പോൾ ആ രാമൻ നമ്മളിൽ തന്നെ ഉണ്ടായി, നമ്മളിലെ രാവണനെ നിഗ്രഹിച്ച് നമ്മളുടെ ലങ്കയെ അയോധ്യയാക്കി മാറ്റി അവിടെ സീതയെ കുടിയിരുത്തണം. മിക്കവാറും എല്ലാ പുരാണ കഥയുടെയും ആശയം ഇതാണ്. ഇതിൽ പരശുരാമനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മളുടെ ക്ഷത്രിയനെ ഒന്ന് ഉയർന്ന ക്ഷത്രിയനിൽ നിന്ന് നമ്മൾ ഭൂമി വാങ്ങിയിട്ട് ഒന്ന് ബ്രാഹ്മണന് വിതരണം ചെയ്യണം നമ്മുടെ മനസ്സിനകത്ത്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും നമ്മളിലെ അശോകസുന്ദരിയെ കണ്ടെത്തുക എന്ന് ഞാൻ പറയും. ആ അശോകസുന്ദരി പറഞ്ഞാൽ ശോകമില്ലാത്ത അവസ്ഥ, ഏതവസ്ഥയിലും അതാണ് അശോകസുന്ദരി. അത് ശിവൻ്റെ പുത്രിയാണ്. ഇത്ര നല്ല ഗണപതി സുബ്രഹ്മണ്യൻ 2 മക്കളാണല്ലോ. അല്ല, ഒന്നും ഇങ്ങോട്ട് വന്നാൽ കേൾക്കുന്ന രീതിയിൽ ചോദിച്ചാൽ മറുപടി പറയാം. എൻ്റെ പ്രഭാഷണം ഏതായാലും കൃത്യസമയത്ത് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ 2:45 അവസാനിപ്പിക്കുന്നു. എന്തോ ഒരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത് ഓരോ രീതിയിൽ നമ്മൾ ഇതിനെ ഭംഗിയായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്ത് ഓരോ തവണ ഭാഗവതം വായിക്കുമ്പോഴും എന്താ കഥയാണ്, നമ്മുടെ കാര്യമാണല്ലോ എന്ന് കാണും. സീരിയലും സിനിമയും കാണുമ്പോൾ നമ്മുടെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഏകദേശം. അതേമാതിരി രാമായണത്തിനും ഭാഗവതത്തിനും പ്രാധാന്യമുണ്ട്. ഇത് പണ്ടെന്നോ നടന്ന കഥയല്ല, എന്നും നിത്യതൂനവും. ഈ വർഷവും സംസാരിക്കാൻ അവസരം തന്നതിന് വളരെ സജ്ജനങ്ങളായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രേക്ഷകർ ഓഡിയൻസ് ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.